പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാനെടുത്ത തീരുമാനം കേരളത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഇരുട്ടടിയാണ്. BJP സർക്കാർ കഴിഞ്ഞ 2 വർഷം മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു പ്ലാൻ ആലോചിച്ച് മംഗലാപുരത്ത് നടന്ന റെയിൽവേയുടെ റിവ്യൂ മീറ്റിങ്ങിൽ അവിടുത്തെ MPയും ആ സ്റ്റേറ്റിലെ ഒരു മന്ത്രിയും അവിടെ സ്വയം പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ പ്രഖ്യാപനം വലിയ ആശങ്കയുണ്ടാക്കി. ലോക്സഭയ്ക്കകത്തും പുറത്തും ഒക്കെ വലിയ പ്രതിഷേധമുണ്ടായി. ഞാൻ തന്നെ റെയിൽവേ വകുപ്പ് മന്ത്രി നേരിട്ട് കണ്ട് ഈ കാര്യം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഇന്ന് പാർലമെൻറ്റിൽ മറുപടി പറയേണ്ടെന്ന് പറഞ്ഞു. ആ ദിവസം തന്നെ അദ്ദേഹം പാർലമെൻറ്റിൽ മറുപടി പറഞ്ഞു, അങ്ങനെ പാലക്കാട് ഡിവിഷൻ വിഭജിക്കാനോ പുതിയ മംഗലാപുരം ഡിവിഷൻ രൂപീകരിക്കാനോ യാതൊരു പദ്ധതിയും റെയിൽവേയുടെ ഭാഗത്തില്ല. അത് തെറ്റായ പ്രചരണമാണ്. അതൊരു യോഗം വിളിച്ചപ്പോൾ അവിടെ ഒരു ചർച്ചയും അഭിപ്രായമൊക്കെ ഉയർന്നു വന്നു എന്നല്ലാതെ അങ്ങനെ റെയിൽവേ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അഥവാ അങ്ങനെ വല്ല ആലോചനയോ ഉണ്ടെങ്കിൽ അത് ജനപ്രതിനിധികളായിട്ട് തീർച്ചയായിട്ടും ചർച്ച ചെയ്യും എന്ന് പറഞ്ഞതാണ്. ആ വാക്കാണ് തെറ്റിച്ചിരിക്കുന്നത്. അർദ്ധരാത്രി റെയിൽവേ ഒരു ജനപ്രതിനിധികളുമായിട്ടും അല്ലെങ്കിൽ സ്റ്റേറ്റുമായിട്ടും ഒന്നും ബന്ധപ്പെടാതെ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള പാരമ്പര്യമുള്ള ഏറ്റവും വരുമാനമുള്ള ദക്ഷിണേന്ത്യയിലെ ഒരു ഡിവിഷനാണ് പാലക്കാട് ഡിവിഷൻ. ആ പാലക്കാട് ഡിവിഷനെ വിഭജിക്കാനുള്ള കാരണം എന്താണെന്ന് പോലും ആരുമായിട്ടും ചർച്ച ചെയ്യാതെ രാത്രിക്ക് രാത്രി ഇങ്ങനൊരു തീരുമാനമെടുത്തത് അതിശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾക്ക് അതിനു മുമ്പ് പറയാനുള്ളത്. ഈ മംഗലാപുരം ഡിവിഷൻ വരുമ്പോൾ, ഈ ഡിവിഷനുകൾ വരുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു. മംഗലാപുരം ഡിവിഷനല്ല വന്നിരിക്കുന്നത്. ഈ മംഗലാപുരം എന്ന് പറയുന്നത് ശരിക്കും പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. കാരണം പാലക്കാട് നിന്നും ഒരു ട്രെയിനും പുതുതായിട്ട് ആരംഭിക്കുന്നില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പാലക്കാട് നിന്ന് പുതിയ ട്രെയിൻ ആരംഭിക്കണമെന്ന് പറഞ്ഞ് ഒരു ഡിവിഷണൽ ഹെഡ്ക്വാർട്ടർ ആയിട്ട് പോലും ഇവിടെ നിന്നും പുതിയ ട്രെയിനുകൾ ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ ഏക ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന കേന്ദ്രമെന്ന് പറയുന്നത് മംഗലാപുരമാണ്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 83 ദീർഘദൂര ട്രെയിനുകളാണ് മംഗലാപുരത്തു നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഈ 83 ട്രെയിനുകൾ സർവീസ് നടത്തുന്നത് പാലക്കാട് റെയിൽവേ ഡിവിഷനിലാണ്. ഈ 83 ട്രെയിനുകളും പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ പേരിലാണ് അറിയപ്പെട്ട് അതിൽ നിന്ന് വരുമാനം പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ പേരിലാണ് ഉണ്ടാകുക. ആ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ വികസന പദ്ധതികൾ രൂപീകരിക്കുക. ഇങ്ങനെ ഒരു വിഭജനം വന്നതോടുകൂടി പാലക്കാട് റെയിൽവേ ജംഗ്ഷനായിട്ട് പോലും ഡിവിഷൻ ആസ്ഥാനമായിട്ട് പോലും പുറപ്പെടുന്ന ട്രെയിനുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണുള്ളത്. ദീർഘദൂര ട്രെയിനുകളൊന്നും ഇനി പാലക്കാടിനുണ്ടാകില്ല ഈ മംഗലാപുരം മാറ്റുകയാണെങ്കിൽ. അപ്പോൾ ഈ വരുമാനത്തിലുണ്ടാകുന്ന നഷ്ടം ഭാവിയിൽ പാലക്കാട് ഡിവിഷൻ്റെയും പൊതുവെ കേരളത്തിൻ്റെയും വികസനത്തെ വളരെ ഗുരുതരമായി ബാധിക്കും. അതിശക്തമായ പ്രതിഷേധം പാർലമെൻറ്റിൻ്റെ അകത്തും പാർലമെൻറ്റിൻ്റെ പുറത്തും ഈ കാര്യത്തിനെതിരായിട്ടുണ്ടാകും. റെയിൽവേ മന്ത്രിയെ നേരിട്ട് കാണും. അദ്ദേഹം വാക്ക് പാലിക്കാൻ തയ്യാറാകണം. കാരണം ഞങ്ങൾക്ക് നൽകിയ വാക്ക്, പാർലമെൻറ്റിൽ നൽകിയ ഉറപ്പാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. പരസ്യമായ ജനാധിപത്യ ധ്വംസനമാണ്. BJP രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് കർണാടകയിലെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പാലക്കാട് ഡിവിഷനെ വിഭജിക്കാനെടുത്ത തീരുമാനം അത് പിൻവലിച്ചേ പറ്റുള്ളൂ. കാരണം രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു വേദിയല്ല റെയിൽവേ എന്ന് പറയുന്നത്. റെയിൽവേ നമ്മുടെ ദേശീയോദ്ഗ്രഥനത്തിൻ്റെ ഭാഗമാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോർത്തിണക്കിയ, ജനങ്ങളെ കോർത്തിണക്കിയ ഒരു സ്ഥാപനമാണ് റെയിൽവേ. ഇതുപോലെ ഒരു പൊതുമേഖലാ സ്ഥാപനം അങ്ങനെ ഏകപക്ഷീയമായി ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗിക്കുന്നത് ഒട്ടും ശരിയല്ല. ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. ഒന്ന്, സ്റ്റേറ്റിൻ്റെ 2 ഡിവിഷനാണ് പാലക്കാടും തിരുവനന്തപുരവും ഉള്ളത്. കേരളത്തിന് ഒരുപാട് റെയിൽവേ അവഗണനയുണ്ട്. പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നില്ല. നിലവിലോടുന്ന ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് നൽകുന്നില്ല. കോവിഡ് കാലത്ത് നിർത്തിയ നിരവധി ട്രെയിനുകൾ ഈ കേരള സംസ്ഥാനത്ത് പുനരാരംഭിച്ചിട്ടില്ല. കേരളത്തിലെ MPമാരും ഗവൺമെൻറ്റും ശക്തമായി ആവശ്യപ്പെട്ടിട്ട് പോലും റെയിൽവേ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. ഇങ്ങനൊരു സന്ദർഭത്തിൽ റെയിൽവേ കേരളത്തിൻ്റെ വികസനത്തിന് മുരടിപ്പ് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിന് തടസ്സം നിൽക്കുന്ന തരത്തിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് പുനഃപരിശോധിക്കണം, ഇത് പിൻവലിക്കണം. മംഗലാപുരം എന്നുള്ളത് ഈ പാലക്കാട് ഡിവിഷൻ്റെ അവിഭാജ്യമായ ഘടകമാണ്. ജാതിയോ മതമോ അല്ലെങ്കിൽ ഭാഷയോ ഉപയോഗിച്ച് റെയിൽവേ വേർതിരിക്കാൻ പാടില്ല. കാരണം എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. തീർച്ചയായിട്ടും റെയിൽവേയുടെ വരുമാനത്തിൽ കേരളത്തിനുണ്ടാകുന്ന നഷ്ടം പൊതു സംവിധാനത്തിലെ യാത്രക്കാരെയും ബാധിക്കും. കാരണം ഒരുപാട് വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം തടസ്സപ്പെടുന്ന തരത്തിൽ ഇനി ഫണ്ട് വെട്ടിക്കുറയ്ക്കലായിരിക്കും അടുത്ത നടപടി.
പാലക്കാട് ഡിവിഷൻ വെറുതെ പേരിന് മാത്രമാകുമ്പോൾ ഭാവിയിൽ പാലക്കാട് ഡിവിഷനെ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢനീക്കമാണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കുന്നു. അതിശക്തമായിട്ട് പൊതുസമൂഹം എതിർക്കണം. കേരള ഗവൺമെൻറ്റും ഇതിൽ ഇടപെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എല്ലാ ജനപ്രതികളും റെയിൽവേ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെടും. അവരുടെ പ്രതിഷേധം എല്ലാവരും അറിയിക്കും. അവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാനുള്ള ചുമതല ഞാൻ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാ എം പിമാരുമായി ബന്ധപ്പെട്ട് പാലക്കാടിനല്ല ഇത് നഷ്ടം, ഇത് കേരളത്തിൻ്റെ റെയിൽവേക്കുണ്ടായിട്ടുള്ള നഷ്ടമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ മംഗലാപുരം സ്റ്റേഷനെ പാലക്കാട് നിന്നും വിഭജിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല. നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പിറ്റ് ലൈൻ പദ്ധതിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മാറ്റം അതിനെ ബാധിക്കുമോ? അങ്ങനെ ആ ഒരു വികസന പ്രവർത്തനം കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു പിറ്റ് ലൈൻ ഉള്ളത് തിരുവനന്തപുരത്താണ്. രണ്ടാമതുള്ളത് കൊച്ചിയിലാണ്. മൂന്നാമത്തെ ഒരു പിറ്റ് ലൈനാണ് നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നത് പാലക്കാട് പിറ്റ് ലൈൻ. ഈ പാലക്കാട് പിറ്റ് ലൈനിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമം നടത്തിയ 2019 മുതലുള്ള പരിശ്രമത്തിൽ 24-ലാണ് അന്തിമമായിട്ട് തീരുമാനിക്കുന്നത്. 2026 ജൂണിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് ഇനിയും അത് പൂർത്തിയായിട്ടില്ല. അതൊരു വശം. പക്ഷെ പാലക്കാട് ഡിവിഷൻ്റെ കീഴിൽ ഈ ഇന്ത്യയിലെ എല്ലാ ഡിവിഷൻ്റെ കീഴിലും പിറ്റ് ലൈനുണ്ട്. ആ ഡിവിഷൻ ഹെഡ് ക്വാർട്ടറിൽ പിറ്റ് ലൈനുണ്ട്. പക്ഷേ ഈ കേരളത്തിലും ദക്ഷിണേന്ത്യയിലും ആയിട്ട് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനത്ത് മാത്രമാണ് പിറ്റ് ലൈൻ ഇല്ലാതെ. ഈ പിറ്റ് ലൈൻ കൊണ്ടുണ്ടാകുന്ന ഗുണം നമുക്ക് ദീർഘദൂര ട്രെയിനുകൾ ആരംഭിക്കാനും ദീർഘദൂര ട്രെയിനുകൾ യാത്ര അവസാനിപ്പിക്കാനും ട്രെയിനിൻ്റെ അറ്റകുറ്റപ്പണികൾ ബോഗിയുടെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കാനും കഴിയും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത് അനുവദിച്ച് പിന്നീട് ഫ്രോസൺ ചെയ്ത പദ്ധതി കടുത്ത സമ്മർദ്ദവും ശക്തമായിട്ടുള്ള എതിർപ്പും പ്രകടിപ്പിച്ചതിന് ശേഷമാണ് വീണ്ടും പുനരാരംഭിച്ച് 63 കോടി രൂപ അനുവദിച്ചത്. എന്തായാലും അതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് പൂർത്തിയാകും. എന്നിരുന്നാൽ പോലും ഈ ഡിവിഷനെ വിഭജിച്ച് അതിൻ്റെ വരുമാനം കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടം വികസനത്തെ ഇത് ഗുരുതരമായി ബാധിക്കും. അത് പാലക്കാടിനെയല്ല, പാലക്കാട് എന്ന് പറഞ്ഞ ഒരു ജില്ലയല്ല, പാലക്കാട് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ജില്ല. ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ട്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ഡിവിഷനാണ്. ആ വരുമാനം സ്രോതസ്സ് മനസ്സിലാക്കി പ്രത്യേകിച്ച് ചരക്ക് ഗതാഗതം, ഇപ്പോൾ മംഗലാപുരത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ചരക്ക് ഗതാഗതമുള്ളത്. ആ ചരക്ക് ഗതാഗതത്തിൽ ഒരു 75% പാലക്കാടിൻ്റെ വരുമാനത്തിൽ കുറവ് വരും. മംഗലാപുരം മാറ്റുകയാണെങ്കിൽ അപ്പോൾ ചരക്ക് ഗതാഗതത്തിൽ പുറപ്പെടുന്ന ട്രെയിനുകളുടെ എണ്ണത്തിൽ മറ്റെല്ലാ വരുമാനത്തിൻ്റെ കാര്യത്തിൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടേക്ക് വികസനത്തിൻ്റെ ആനുപാതികമായിട്ടുള്ള ഫണ്ടും കുറയും. അപ്പോൾ ഇത് കടുത്ത ആശങ്കയാണുള്ളത്. പാലക്കാട് ഡിവിഷനെ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്. കർണാടകയിലെ BJPയെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഈ കേരളത്തെ അവഗണിക്കുക, അല്ലെങ്കിലും കേരളത്തെ അവഗണിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായിട്ടുള്ളൊരു ലക്ഷ്യമാണ് BJPയുടെ ഈ രാഷ്ട്രീയ ലക്ഷ്യം ഒരിക്കലും ഇതുപോലത്തെ റെയിൽവേ പോലുള്ള നമുക്കറിയാം ദേശീയോദ്ഗ്രഥനത്തിൻ്റെ ഉത്തമ മാതൃകയായ റെയിൽവേയെ ദുരുപയോഗപ്പെടുത്തുകയാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനം എല്ലാ മേഖലയിലും തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ പാലക്കാട് ഡിവിഷനെ വിഭജിക്കാനുള്ള നീക്കം. അല്ല, ഉത്തരവ് ഇന്നലെ ഇറങ്ങി. ഇത് ജനപ്രതിനിധികളുമായിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റുമായിട്ടോ ഒരു കൂടിയാലോചന നടത്തിയിട്ടില്ല. ഇതിലുള്ള പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം റെയിൽവേ വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് തന്നെ പറയും. ഒന്നാമത്തെ കാര്യം. 2, പാർലമെൻ്റ് അകത്തും പുറത്തും അതിശക്തമായ പ്രതിഷേധം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു നയവും തീരുമാനവും ഈ പാലക്കാട് ഡിവിഷനെ വിഭജിക്കാനുള്ള എതിർപ്പായി പ്രകടിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.